ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികണ്ണൻ ജേതാവായി. ഇനിയുള്ള 10 നാൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിൽ. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയാക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. മരൂട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. ഏനമാവ് റെഗുലേറ്ററിന് മുൻവശത്തുള്ള ഫേസ് കനാലിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ ലെവൽ സ്കെയിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. വാട്ടർ ലെവൽ സ്കെയിൽ ഊരി നശിപ്പിച്ചതോടെ ഫേസ് കനാലിലെ ജലനിരപ്പ് ക്രമീകരിക്കാനാവാത്ത സ്ഥിതിയിലായി. വെടിക്കെട്ടിന് അനുമതി നൽകിയില്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി. പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി. ചേർ പഞ്ചാങ്ങലിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. മൂന്നുപിടിക സ്വദേശി ഷിവാസ്, നെന്മാറ സ്വദേശിനി ബ്രിജിത എന്നിവരാണ് പോലീസ് പിടിയിലായത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപികണ്ണൻ ജേതാവായി. 9ാം തവണയാണ് ഗോപികണ്ണൻ ജേതാവാകുന്നത്. ദേവദാസ്, രവികൃഷ്ണൻ, ഗോപികണ്ണൻ എന്നീ ആനകളെ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരുന്നു. ചെന്താമരാക്ഷനും ദേവിയും കരുതലാനകളും. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശീവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുറാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യാവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖ് മുഴക്കിയതോടെ ആനകൾ ഓട്ടമാരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച ഗോപികണ്ണൻ ആചാരപ്രകാരം 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്നും നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. വിജയിയായ കൊമ്പൻ ഇനി ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഡോക്ടർ VK വിജയൻ TCVയോട് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള കലാപരിപാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായ രീതിയിലാണ് ഇത്തവണത്തെ കലാപരിപാടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വയറും മനസ്സും നിറയ്ക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഗുരുവായൂർ ദേവസ്വം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള 10 നാൾ ഗുരുവായൂർ ഉത്സവ ലഹരിയിലാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ സജ്ജീകരണമാണ് ഇത്തവണ ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ ആനയില്ല ശിവേലി നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചാണ് ആനയില്ല ശിവേലി നടന്നത്. ദിവസവും ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശിവേലി എഴുന്നള്ളുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ 39 ആനകളുണ്ടെങ്കിലും ഗജപ്രിയനായ ഗുരുവായൂരപ്പൻ ബുധനാഴ്ച രാവിലെ ആനയില്ലാതെയാണ് ശിവേലി പൂർത്തിയാക്കിയത്. ശാന്തിയേറ്റ കീഴ്ശാന്തി തിരുവാലൂർ ഹരിനാരായണ നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്ത് പിടിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി ഭക്തർ നാരായണനാമം ജപിച്ച് അനുഗമിച്ചു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെ ശിവേലി നടത്തേണ്ടി വന്നുവെന്നാണ് പറയുന്നത്. ഇതിനെ അനുസ്മരിച്ചാണ് കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ല ശിവേലിയും ഉച്ചയ്ക്ക് ആനയോട്ടവും നടത്തുന്നത്. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവഗാനം പുറത്തിറങ്ങി. ഉത്സവത്തിന്റെ മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന ഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നിർവഹിച്ചു. ഗുരുവായൂർ കണ്ണനുണ്ണിക്കുത്സവമായി തങ്കത്തള താളവുമായി ഉണ്ണിയവൻ നാടിതെന്നും നാൾ വരവായി. TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാലിന്റെ വരികൾക്ക് ഈണമിട്ടിട്ടുള്ളത് വിജീഷ് മണിയാണ്. അനൂപ് ശങ്കറാണ് ഗാനം ആലപിച്ചത്. 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൽ ഉത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ദീപങ്ങൾ തെളിയുകയായി രാത്രിയിലും നാളുണരും നാൾ വരവായി. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ V വിജയൻ ഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ വർഷം നടക്കുന്ന ആദ്യത്തെ ഒരു വിളംബര
പരിപാടിയാണ്. നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ, VP ഉണ്ണികൃഷ്ണൻ, R അനിൽലാൽ, ബാബു അണ്ടത്തോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പീലി വച്ച് പുഞ്ചിരിപ്പൂ ചന്തവുമായി കണ്ണനെത്തും നാളിലെത്തി. ഉത്സവമായി കണ്ണൻ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി. കാട്ടാനയുടെ ആക്രമണത്തിൽ പ്ലാന്റേഷൻ തൊഴിലാളിക്ക് പരിക്ക്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളിയിൽ 16-ാം ഡിവിഷനിൽ പാറേക്കാടൻ ഷൈജുവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ ഷൈജുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗിനെത്തിയതായിരുന്നു ഷൈജു അടക്കം 4 തൊഴിലാളികൾ. പരിസരത്തു നിന്ന് ആനക്കൂട്ടത്തെ ഇവർ ബഹളം വെച്ച് ഓടിച്ചു. എന്നാൽ ഓടിപ്പോയ ഒരാന പിന്നീട് തിരിച്ചെത്തുകയും തൊഴിലാളിയുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ഓടുന്നതിനിടെ താഴെ വീണ ഷൈജുവിനെ ആന തുമ്പിക്കൈകൊണ്ട് അടിച്ചു. ഇതിനിടെ മറ്റു തൊഴിലാളികൾ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുകയും ആനയെ വീണ്ടും ഓടിക്കുകയുമായിരുന്നു. പിന്നീട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വാഹനത്തിൽ ഷൈജുവിനെ ആശുപത്രിയിലെത്തിച്ചു. 5 ആനയുണ്ടാവും. ആനയെ ഞങ്ങൾ കുറച്ച് ദൂരം ഒച്ചയെടുത്ത് ഞങ്ങൾ ഓടിച്ചു. അപ്പോൾ ആന അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പതുക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആനക്കൂട്ടങ്ങൾ അവിടെ നിന്നു. അതിൽ ബാക്കിൽ നിന്ന് ഒരാന അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട് ഞങ്ങളെ എല്ലാവരും ഓടിച്ച് ഞാൻ കുറേ ഓടി ഒരു ചെറിയ തോട്ടിലേക്ക് പോയി. തോട് അതിൻ്റെ വട്ടം പോകാനായിരുന്നു. ആ തോട്ടിലേക്ക് 4 പേരിൽ എല്ലാവരും കൂടി ടാപ്പിങ്ങിന് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ ഏരിയയിൽ ഒരുപാട് ആന നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 8 മുമ്പാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ടാസ്ക് ചെയ്യേണ്ട ടാപ്പ് ചെയ്യേണ്ട ടാസ്കിലായിരുന്നു ഈ ആനകളൊക്കെ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കുറച്ച് പേരോട് ഉള്ള ആനകളൊക്കെ കൂടി ഈ ആനേനെ ഓടിച്ചിട്ട് നമ്മൾ അതിനെ ഓടിച്ച് ആ ടാസ്കിൽ വെട്ടാണ് ചെയ്യാറ്. അത് സ്ഥിരമായിട്ടുള്ള ഇത് തന്നെയാണ്. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശികളായ കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഔസേബ്, ലോനപ്പൻ, വിൽസൺ, പൊറിഞ്ചു എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 1300ഓളം നേന്ത്രവാഴകൾ, കള്ളിപ്പറമ്പിൽ ഔസേപ്പിന്റെ കൃഷിയിടത്തിലെ 800ഓളം കട, കപ്പ എന്നിവയും കാട്ടാനകൾ നശിപ്പിച്ചു. സമീപത്തെ റോബസ്റ്റ് വാഴകളും തെങ്ങുകളും ജാതിമരങ്ങളും ആന വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഏനമാവ് റെഗുലേറ്ററിന് മുൻവശത്തുള്ള ഫേസ് കനാലിൽ ജലസേചന വകുപ്പ് സ്ഥാപിച്ചിരുന്ന വാട്ടർ ലെവൽ സ്കെയിൽ സാമൂഹ്യവിരുദ്ധർ ഊരിയെടുത്ത് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയിലെ 10,000 ഏക്കറോളം വരുന്ന കോൾപ്പാടങ്ങളിലേക്ക് ജലനിയന്ത്രണം നടത്തിയിരുന്നതും റെഗുലേറ്റർ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമീകരിച്ചിരുന്നതും ഫേസ് കനാലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ലെവൽ സ്കെയിലിലെ ജലനിരപ്പ് നോക്കിയാണ്. വാട്ടർ ലെവൽ സ്കെയിൽ ഊരി നശിപ്പിച്ചതോടെ ഫേസ് കനാലിലെ ജലനിരപ്പ് അറിയാനാവാത്ത അവസ്ഥയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ ഇറിഗേഷൻ വകുപ്പിന് വിവരമറിയിച്ചതിനെ തുടർന്ന് കനാൽ കരയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ട വാട്ടർ ലെവൽ സ്കെയിൽ ബണ്ടിനോട് ചേർന്ന് താൽക്കാലികമായി ചാരിവെച്ചിട്ടുണ്ട്. നിലവിൽ ഫേസ് കനാലിൽ 50 സെന്റിമീറ്ററിൽ താഴെയായിരുന്നു ജലനിരപ്പ്. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ ഏറ്റവും കുറഞ്ഞത് 60 സെന്റിമീറ്ററും കൂടിയത് 1 മീറ്ററുമാണ് ജലനിരപ്പ് വേണ്ടത്. ജലനിരപ്പ് കുറഞ്ഞാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് പ്രവേശിക്കാനും ഇടയാക്കും. ജലനിരപ്പ് 1 മീറ്ററിനേക്കാൾ കൂടിയാൽ കോൾ മേഖലയിലെ ബണ്ടുകൾ തകർന്നു പോകും. ചില പടവുകളിൽ വിളവെടുപ്പ് പൂർത്തിയായെങ്കിലും പല പടവുകളിലും നെൽച്ചെടികൾ ഉണങ്ങാതെ സംരക്ഷിക്കുവാൻ കൂടുതൽ വെള്ളം ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. കൃഷിക്കായി ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും വെള്ളം ഇനിയും ഒഴുകിയെത്തിയിട്ടില്ല. കോൾ ചാലുകളിലും ഫേസ് കനാലിലും കുറഞ്ഞ അളവിൽ അടിവെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഉപ്പിന്റെ അംശം കൂടുതലുള്ള ഈ വെള്ളം നെൽച്ചെടികൾക്ക് നൽകിയാൽ നെല്ലിന്റെ വിളവിനെ ദോഷകരമായി ബാധിക്കും. കൊയ്ത്തു കഴിഞ്ഞ സമീപ പടവുകളിൽ എല്ലാം ഇത്തവണ വിളവ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ മാത്രമായിരുന്നു. ഇതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്. വാട്ടർ ലെവൽ സ്കെയിൽ പുനഃസ്ഥാപിക്കുന്നതിനും ചിമ്മിനിയിൽ നിന്നും തുറന്നുവിട്ട വെള്ളം പെട്ടെന്ന് കോൾപ്പടവുകളിലേക്ക് എത്തുന്നതിന് കനാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും കൃഷിവകുപ്പിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവർട്ടി.
ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി. സാമ്പിൾ വെടിക്കെട്ട്, പൂരം ദിവസത്തെ വെടിക്കെട്ട് എന്നിവയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകാതിരുന്നതിനാൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ 3 ദേശങ്ങളുടെ ഭാരവാഹികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ യോഗത്തിൽ ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ, സെക്രട്ടറി ജയേഷ് കുമാർ, ട്രഷറർ സേതുമാധവൻ, കോർഡിനേറ്റർ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ചേർ പഞ്ചാങ്ങലിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. പെരിഞ്ഞനം 3 വെടിക, നെല്ലിക്കത്തറ വീട്ടിൽ ഷിവാസ്, നെന്മാറ കോതക്കുളം സ്വദേശിനി പുനച്ചാന്ത് വീട്ടിൽ ബ്രിജിത എന്നിവരെയാണ് ചേർപ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീലാലന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ചെവൂരിൽ നിന്നും പ്രതികളെ വാഹനം സഹിതം അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ VD സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, TR ഷൈൻ, സതീശൻ മടപ്പാട്ടിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പിടികൂടിയ സിന്തറ്റിക് മയക്കുമരുന്നിന് 1 ലക്ഷം രൂപയോളം വില വരും. ബാംഗ്ലൂരിൽ നിന്ന് തീരദേശ മേഖലയിൽ വിൽപ്പന നടത്തുവാനായി പ്രതികൾ മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ വാർഡാണിത്. നിലവിലുണ്ടായിരുന്ന അംഗം UDF-ലെ മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഊരകം AUP സ്കൂളിൽ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസർ BT ലൌസിയെയാണ് വരണാധികാരി. 5 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായ ലിജോ പനക്കൽ, LDF സ്ഥാനാർത്ഥിയായ VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായ മിഥുൻ വൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായ പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സരിക്കുന്നത്. 23-ാം തീയതി രാവിലെ 10 മണിക്ക് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. കാളിയാറോഡ് പള്ളിയിലെ ആണ്ടുനേർച്ചയുടെ ഭാഗമായുള്ള പൊതുകൊടിയേറ്റം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടക്കും. കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KM രാജേഷ് ഖാൻ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. നേർച്ച ദിവസമായ 24-ാം തീയതി രാവിലെ മൗലീദ് പാരായണവും അന്നദാനവും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് പള്ളി കേന്ദ്ര ജമാഅത്തിന്റെ കീഴിലുള്ള 4 മഹല്ലുകളിൽ നിന്നും നേർച്ചകൾ ആരംഭിച്ച് പള്ളിയിലെത്തി കൊടിയേറ്റ് കർമ്മം നടത്തും. തുടർന്ന് മേഖലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള നേർച്ച ആഘോഷങ്ങൾ അർപ്പനമുട്ടിന്റെയും ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പള്ളിയിലെത്തി കൊടിയേറ്റം നടത്തി മടങ്ങും. ഞായറാഴ്ച പുലർച്ചെ വരെ നേർച്ചകൾ പള്ളിയിലെത്തും. ദേശീയപാത പെരിഞ്ഞനം കൊറ്റംകുളത്ത് മിനി ലോറി മറിഞ്ഞു. എറണാകുളത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കശുവണ്ടിയുമായി പോയിരുന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഡ്രൈവറും സഹായിയുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ കേരള സർക്കാർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം വ്യവസ്ഥാപിതമായി നേടിയെടുക്കാൻ കേരളത്തിന് ശേഷിയില്ല. കേന്ദ്രം അനുവദിച്ച 32 കോടി രൂപ സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാട്ടാന നാട്ടിലും വെള്ളാന കാട്ടിലും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. വനമന്ത്രി കാലഹരണപ്പെട്ടയാളാണെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. A. നാഗേഷ്, AN രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കുന്നത് പൊതുവിദ്യാഭ്യാസ നയങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് തൃശൂർ ജില്ലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് തുല്യമാകുമോ എന്ന് പരിശോധിക്കണം. സ്കൂൾ ഏകീകരണവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ റൂൾസ് രൂപപ്പെടുത്തുമ്പോൾ അധ്യാപക സമൂഹത്തെ വിശ്വാസത്തിലെടുക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ട്രഷറർ KJ മെജോ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജൂഡി ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം റെനി രാജ്, ഫെറിൻ ജേക്കബ്, പിങ്കി സുഗർ, ഡോക്ടർ സ്വപ്ന സിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിലുള്ള ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായി ജില്ലാതല ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം പുരിബസാർ ഡിലൈറ്റ് ഫുട്ബോൾ അറീനയിൽ നടന്ന മത്സരം MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, എടവിലങ്ങ് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ, എറിയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാബി ഉമ്മർ, എടവിലങ്ങ് പഞ്ചായത്ത് മെമ്പർ ജോസ്മി ടൈറ്റസ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ മാള BRC വിജയികളായി.
കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന ഉജ്ജീവനം പദ്ധതി പ്രകാരം വരുമാനമാർഗം കണ്ടെത്താൻ എറവ് സ്വദേശിയായ യുവാവിന് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങാനായി 50,000 രൂപ കൈമാറി. എറവ് ആറാംകല്ല് സ്വദേശി ഐനിക്കൽ ജെയ്സനാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ പ്രവർത്തകരും അരിമ്പൂർ പഞ്ചായത്ത് പ്രതിനിധികളും ചേർന്ന് വീട്ടിലെത്തി തുക കൈമാറിയത്. നട്ടലിനും സന്ധികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തെയും ബാധിക്കുന്ന സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം ബാധിച്ച വ്യക്തിയാണ് ജെയ്സൺ. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, CDS ചെയർപേഴ്സൺ ജിജി ബിജു, കുടുംബശ്രീ ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ലിമ, CRP അഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ മഞ്ഞൾ കൃഷി വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MA മറിയം മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക സീമ, പെരിഞ്ഞനം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുകുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രസാദഊട്ടിനുള്ള കലവറ ഒരുങ്ങി. ഉത്സവത്തിനെത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് പ്രസാദഊട്ട് തയ്യാറാക്കുവാനുള്ള അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കലവറയിലെത്തി. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്താണ് കലവറ തയ്യാറായിട്ടുള്ളത്. പ്രസാദഊട്ടിനും പകർച്ചയ്ക്കും മുന്തിയ ഇനം പൊന്നി, മട്ട, കുറുവ ഇനം അരികളാണ് ഉപയോഗിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മുതലാണ് പ്രസാദഊട്ടും പകർച്ചയും ആരംഭിക്കുക. ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് പ്രസാദഊട്ട് കഴിക്കുന്നതിന് 20,000 ചതുരശ്രടിയിൽ മനോഹരമായ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 1,200ഓളം പേർക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യമുണ്ട്. ദിവസവും 1,00,000-ഓളം പേരെങ്കിലും പ്രസാദഊട്ടിനെത്തും. ഇതുകൂടാതെ 100-കണക്കിന് കുടുംബങ്ങൾക്ക് പകർച്ചയും നൽകും. 10 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേർ പ്രസാദഊട്ടിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഹരിതചട്ടം ഉറപ്പുവരുത്താൻ ഗ്രീൻ വോളണ്ടിയർമാർ രംഗത്ത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയാണ് ഗ്രീൻ വോളണ്ടിയർമാരായി നഗരസഭ നിയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് നഗരസഭ പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകിയിട്ടുണ്ട്. ഉത്സവം ഹരിതചട്ടം പാലിച്ചു നടത്തുന്നതിനെക്കുറിച്ച് ഗ്രീൻ വോളണ്ടിയർമാർ പൊതുജനങ്ങൾക്ക് സന്ദേശം നൽകും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. തിരുത്തിക്കാട്ടുപറമ്പിൽ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ബഹുനില പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം, തെക്കേനടയിലെ കംഫർട്ട് സ്റ്റേഷൻ ആൻഡ് ഡോർമെറ്ററി മന്ദിരം, ആനത്താവളത്തിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ച റോഡ്, നവീകരിച്ച മഞ്ജുലാൽ പടിഞ്ഞാറേ നട റോഡ് എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് നടക്കുക. ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി ഇന്നർ റിംഗ് റോഡ് വരെ 100 മീറ്റർ ചുറ്റളവിൽ 7 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ഉത്സവത്തിന്റെ സംഘാടനത്തിനുള്ള പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ്, മീഡിയ സെന്റർ എന്നിവ പ്രവർത്തനം തുടങ്ങി. ദേവസ്വം ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം ചെങ്ങറ സുരേന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, BG രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ വിശേഷങ്ങളുമായി പ്രത്യേക സപ്ലിമെന്റിന്റെ പ്രകാശനം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം BG രവീന്ദ്രൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, ചെങ്ങറ സുരേന്ദ്രൻ, മനോജ് B നായർ, ക്ഷേത്രം DA P മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനായി 4,11,74,873 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയതായി ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് 7 സബ് കമ്മിറ്റികൾക്ക് രൂപ നൽകിയിട്ടുണ്ട്. പ്രസാദഊട്ടിനും ഉത്സവ പകർച്ചയ്ക്കും വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8ാം വിളക്ക് ദിവസമായ ഫെബ്രുവരി 28-ന് ഉത്സവബലി നടക്കും. ഉത്സവബലി ദിവസം ദേശപകർച്ച നടക്കും. 29-നാണ് പള്ളിവേട്ട. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ട്രെയിനിൽ നിന്ന് തിരുവനന്തപുരം സ്വദേശിയായ മധ്യവയസ്കൻ ഭാരതപ്പുഴയിലേക്ക് വീണു. പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ചെറുതുരുത്തി പൈങ്കുളം ഗേറ്റിന് സമീപം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെച്ചാണ് പുഴയിലേക്ക് വീണത്. ഇയാൾ ചാടിയതാണെന്നും പറയുന്നു. യാത്രക്കാരാണ് ഷൊർണൂർ റെയിൽവേ പോലീസിൽ വിവരമറിയിച്ചത്.
കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ ഭാഗമായി കോഴിമാമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 15,001 രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങുന്ന പൊൻചിലമ്പ് പുരസ്കാരത്തിന് കലാമണ്ഡലം പ്രസന്ന വിജയകുമാറും 10,001 രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങുന്ന രവികിരണം പുരസ്കാരത്തിന് ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തും തുള്ളൽ ഗീതാനന്ദം സ്മൃതി പുരസ്കാരത്തിന് കലാമണ്ഡലം ജിനീഷും അർഹരായി. ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. സാംസ്കാരിക സമിതി രക്ഷാധികാരി MS രാഘവൻ, പ്രസിഡന്റ് KP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി PG രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് എൻവോമെന്റ് സമർപ്പണം എന്നിവ മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക്ക് ബ്ലോക്ക് ഉദ്ഘാടനവും ഞായറാഴ്ച കലാമണ്ഡലത്തിൽ നടക്കുമെന്ന് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കലാമണ്ഡലം ഫെല്ലോഷിപ്പ് അവാർഡ് കഥകളി സംഗീതജ്ഞൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും, ഫെല്ലോഷിപ്പ് അവാർഡ് കൂടിയാട്ടം കലാകാരൻ വേണുജിക്കും സമ്മാനിക്കും. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ നിർവഹിച്ചു. PTA പ്രസിഡന്റ് PS പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KB പ്രീത, പഞ്ചായത്ത് അംഗം BK സേതുമാധവൻ, SMC ചെയർമാൻ C ഗോപകുമാർ, വടക്കാഞ്ചേരി BRC BPCC ജയപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശമൊരുക്കുന്ന പൂരനിലാവിന് തുടക്കമായി. സേവ്യർ ചിറ്റരപ്പള്ളി MLA പൂരനിലാവ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രതാരം പത്മശ്രീ ശോഭനയുടെ നൃത്തസന്ധ്യയോടുകൂടിയായിരുന്നു പൂരനിലാവ് ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കുമരനെല്ലൂർ ദേശകമ്മിറ്റി പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷനായി. ദേശകമ്മിറ്റി ഭാരവാഹികളും തട്ടകവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നുംകുളം റോഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് കലാപരിപാടികൾ നടക്കുന്നത്. പുത്തഞ്ചിറ പിണ്ടാണിയിൽ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് മോഷണശ്രമം. കാട്ടുകാരൻ നിസാറിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വാതിലുകൾ കുത്തിത്തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. വീടിനകത്തെ നിരീക്ഷണ ക്യാമറകളും മോണിറ്ററും നശിപ്പിച്ചിട്ടുണ്ട്. നിസാറും കുടുംബവും വിദേശത്താണ്. നിസാറിന്റെ അമ്മ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴാണ് വീട് കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. അലമാരകൾ തുറന്ന് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. മോഷണം നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി മലയാളപ്പച്ച വെബ്സൈറ്റ് ഉദ്ഘാടനവും മലയാളം ബിരുദ വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും നടന്നു. ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ ലോക മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ G ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗത്തിലെ ആദ്യത്തെ വകുപ്പ് അധ്യക്ഷൻ പ്രൊഫസർ K ശിവരാമ മേനോന്റെ ഫോട്ടോ അനാച്ഛാദനം ഡോക്ടർ EM ഷാജി നിർവഹിച്ചു. പ്രൊഫസർ CM നീലകണ്ഠൻ മുഖ്യ പ്രഭാഷണം നടത്തി. മലയാള പച്ചയുടെ വെബ്സൈറ്റ് മനോജ് കരിങ്ങാമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബക്കർ മേത്തല എഡിറ്റ് ചെയ്ത കൊടുങ്ങല്ലൂരിന്റെ പെണ്ണെഴുത്ത് എന്ന ഗ്രന്ഥം ഡോക്ടർ G ഉഷാകുമാരി കുസുമം ഗോപാലകൃഷ്ണന് നൽകി പ്രകാശനം നിർവഹിച്ചു. മലയാള വിഭാഗത്തിലെ MN വിജയൻ ലൈബ്രറിക്ക് പൂർവ്വാധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സൻസ്ഥാൻ കോഴ്സ് പൂർത്തിയാക്കിയ 80 കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കോൺവക്കേഷൻ സെറിമണി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. JSS ഡയറക്ടർ സുധ സോളമൻ അധ്യക്ഷയായി. വ്യവസായ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജിഷ മുഖ്യപ്രഭാഷണം നടത്തി. സഖി TK, ശ്രീകുട്ടി മുത്തേടത്ത്, വിന്യ സുധൻ, വിനീഷ സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി. ഇനിയുള്ള 10 നാൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിൽ. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയാക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. ഏനമാവ് റെഗുലേറ്ററിന് മുൻവശത്തുള്ള ഫേസ് കനാലിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ ലെവൽ സ്കെയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. വാട്ടർ ലെവൽ സ്കെയിൽ ഊരി നശിപ്പിച്ചതോടെ ഫേസ് കനാലിലെ ജലനിരപ്പ് ക്രമീകരിക്കാനാവാത്ത സ്ഥിതിയിലായി. വെടിക്കെട്ടിന് അനുമതി നൽകിയില്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി.
പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി. ചേർപഞ്ചാംകലയിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. മൂന്നുപടിക സ്വദേശി ഷിവാസ്, നെന്മാറ സ്വദേശിനി പ്രജിത എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.